പിണറായി സർക്കാരിന്റെ കാലത്ത് ആരുമറിയാതെ സംസ്ഥാനത്ത് പവർ കട്ട് ഏർപ്പെടുത്തിയെന്ന് മുൻ KCB ചെയർമാൻ ബിജു പ്രഭാകർ IAS. താൻ ചെയർമാനായിരിക്കെ പലതവണ നടപ്പാക്കി. അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കാത്തതിന് പിന്നിൽ റിസോർട്ട് മാഫിയാണ്. കേരളം നമ്പർ 1 എന്ന് വിശ്വസിക്കുന്നത് അടിമകളെന്നും ബിജു പ്രഭാകർ. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെയർമാൻ ആൻഡ് മാനേജ് ഡയറക്ടർ ആയിട്ടിരുന്നാണ്. എൻ്റെ അടുത്ത് ട്രാൻസ്മിഷൻ ഡയറക്ടർ വന്നിട്ട് ചോദിക്കും, സാറേ ഇന്ന് വൈദ്യുതിയുടെ ഷോർട്ടേജ് ഉണ്ട്, എന്ത് ചെയ്യണം? ആരും അറിയാത്ത രീതിയിൽ നമുക്ക് ലോഡ് ഷെഡ് ചെയ്യാം. ഞാൻ എത്രയോ പ്രാവശ്യം ഈ വേനൽക്കാലത്തും അല്ലാതെയും ചെയ്തിട്ടുണ്ട്. ഈ 10 വർഷമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ളൊരു നറേറ്റീവാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് ആരും അറിയാതെ സംസ്ഥാനത്ത് പവർ കട്ട് നടപ്പാക്കിയിട്ടുണ്ടെന്ന് തുറന്നു പറച്ചിലാണ് മുൻ KCB ചെയർമാൻ കൂടിയായ ബിജു പ്രഭാകർ IAS നടത്തുന്നത്. താൻ ചെയർമാനായിരിക്കെ പലതവണ അത് നടപ്പാക്കിയിട്ടുണ്ട്. അതിരപ്പള്ളി പദ്ധതിയെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. പദ്ധതി നടപ്പാക്കാത്തതിന് പിന്നിൽ റിസോർട്ട് മാഫിയാണ്. കേരളം നമ്പർ 1 എന്ന് വിശ്വസിക്കുന്നത് അടിമകളാണെന്നും ബിജു പ്രഭാകരൻ്റെ വിമർശനം. സൈഫ് സൈനുലാബ്ദീൻ അതിൻ്റെ വിശദാംശങ്ങൾ നൽകും. സൈഫ്, കേൾക്കാമോ? സൈഫ്, കേൾക്കാമോ? സൈഫ്, ഒരു പുസ്തക പ്രകാശന ചടങ്ങിലാണ് ബിജു പ്രഭാകർ IASന്റെ ഈ തുറന്നു പറച്ചിലും ഒപ്പം കുറെ കൂടി കടത്തിയുള്ള വിമർശനവും. അപ്പോൾ മുൻ KCBയുടെ ചെയർമാനായിരിക്കുന്ന സമയത്ത് പലതവണ പവർ കട്ട് നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നതിൻ്റെ ഒരു സാഹചര്യത്തെ എങ്ങനെ വായിച്ചെടുക്കണം നമ്മൾ, സൈഫ്? കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ കേരളത്തിലില്ല, ഉണ്ടായിരുന്നില്ല എന്നുള്ളത് LDFന്റെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വാചകങ്ങളിൽ ഒന്നായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ രംഗത്ത് വരുന്നത്. KCBയുടെ മുൻ ചെയർമാൻ കൂടിയാണ് ബിജു പ്രഭാകർ. അദ്ദേഹം തന്നെ രംഗത്ത് വന്നുകൊണ്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇതേപോലെ പവർ കട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10 വർഷം എന്നുള്ളത് 10 വർഷം പവർ കട്ട് ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വാദം ശരിയല്ല എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് അത് പവർ കട്ട് ഏർപ്പെടുത്തിയെന്ന കാര്യങ്ങൾ, വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നില്ല. പക്ഷേ സർക്കാരിൻ്റെ വാദങ്ങൾ ശരിയല്ല. ഇപ്പോൾ ഇരുണ്ട കാലം എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വലിയ രീതിയിലുള്ള പ്രചരണം ഇടതുമുന്നണി നടത്തിയിരുന്നു. അത് UDF സർക്കാരിൻ്റെ കാലത്തെയും LDF സർക്കാരിൻ്റെ 10 വർഷത്തെ കാലത്തെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് ഒരു പ്രചരണ രീതി ഇടതുമുന്നണി നോക്കിയത്. അത് പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ പരസ്യം നൽകിക്കൊണ്ട് ആ ഇരുണ്ട കാലം ഇപ്പോഴില്ല, കുട്ടികൾക്ക് പോലും അറിയില്ല ലോഡ് ഷെഡിങ് പവർ കട്ട് എന്താണ് എന്നറിയില്ല എന്നുള്ള കാര്യങ്ങളടക്കം സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയല്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തൻ്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. താൻ ചെയർമാനായിരുന്ന സമയത്താണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വരും എന്നുള്ള സന്ദേശം നൽകുകയും അത് ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അത് KCBയിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുകയാണ്, വരുന്ന പവറിനകത്ത് കുറവുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ അത് പവർ കട്ട് ഏർപ്പെടുത്തുക അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. എന്തായാലും വിരമിച്ച ശേഷമാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. അങ്ങനെ ഇപ്പോൾ കറണ്ടുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകൾ നിലനിൽക്കുന്ന ഈ സമയത്ത് സ്വാഭാവികമായിട്ടും ബിജു പ്രഭാകറിൻ്റെ വെളിപ്പെടുത്തലിൽ അത് വലിയ ചർച്ചകൾ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം പ്രഖ്യാപിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിനിടയിൽ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനായിരുന്നയാൾ ഒരു സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ ഇത്തരം കടത്തിപ്പറച്ചിലുകളും വിമർശനങ്ങളൊക്കെ സാധാരണഗതിയിൽ ഇത്തരം ഓഫീസേഴ്സ് ഉന്നയിക്കാറ് വിരമിച്ചതിന് ശേഷമാണ്. പക്ഷേ ബിജു പ്രഭാകർ IAS ഇപ്പോഴും വിരമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേരളം നമ്പർ 1 എന്ന് വിശ്വസിക്കുന്നത് അടിമകളാണെന്നൊക്കെ കടത്തി പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഭരണമാറ്റം ഉറപ്പിച്ചോ ബിജു പ്രഭാകർ? ഭരണമാറ്റ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അതിപ്പോൾ ബിജു പ്രഭാകറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പോൾ B അശോക് എന്ന IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പരസ്യമായ നിലപാടുകൾ പല ഘട്ടങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട പല വിമർശനങ്ങൾ അദ്ദേഹം പല ഘട്ടങ്ങളിലും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ KCBയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ല. ഭരണമാറ്റം ഉണ്ടാകും എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണോ അദ്ദേഹം ഇങ്ങനെ പ്രതികരണം നടത്തുന്നത് എന്നുള്ളത് ഒരു രാഷ്ട്രീയ ചോദ്യമാണ് സൈഫുദ്ദീൻ. ആ രാഷ്ട്രീയ ചോദ്യത്തിന് ഒരു ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ സംശയമുനയിൽ നിർത്തിക്കൊണ്ട് മറുപടി പറയുന്നത് ശരിയല്ല
അല്ലെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് നമുക്കത് വായിച്ചെടുക്കാൻ വേണ്ടി മാത്രമേ ഈ ഘട്ടത്തിൽ കഴിയുകയുള്ളൂ. രണ്ട് മുന്നണികളും ഇടതുമുന്നണിയായാലും അതുപോലെ തന്നെ UDF ആയാലും രണ്ട് മുന്നണികളും വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേട്ടൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളെ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അടുത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി വിളിച്ചിട്ട് 6-ാം തീയതി 7-ാം തീയതി ഏതോ തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കണം എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയതായി കഴിഞ്ഞ ദിവസം ഇന്നലെ സംസാരിക്കുമ്പോൾ കേട്ടിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ ഭരണതലപ്പത്തിരിക്കുന്ന ആൾക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്കും എല്ലാം വലിയ പ്രതീക്ഷകളുണ്ട്. അതിനിടയിലാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഇങ്ങനെ വെളിപ്പെടുത്തൽ നടത്തുന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന കാര്യത്തിൽ സംശയമില്ല.